അല്ല, ഇപ്പോഴും നീ ഇരിപ്പിരിക്കുക. സരസ്വതി, നീ ചെന്ന് രാധയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ നിൽക്കുക. എനിക്കൊന്നും വേണ്ട. രാധ ഇങ്ങനെ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒന്ന് നേരം വെളുത്തോട്ടെ, നമുക്കിതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാം. ബാലു, മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ശോഭയെ കൊന്ന പോലെ അയാൾ അവനെയും കൊല്ലും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവൻ പറഞ്ഞ കള്ളക്കഥകളൊക്കെ അച്ഛൻ വിശ്വസിച്ചിരിക്കുക. അപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അച്ചുവേട്ടന്റെ മനസ്സ് എനിക്കറിയാം. നിങ്ങൾ നോക്കിക്കോ, അച്ചുവേട്ടൻ ഇവിടെ വരും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാൻ. വല്യേട്ടാ, കുട്ടി എങ്ങി തരൂ, ഞാൻ കൊണ്ടേ കിടത്താം. എന്റെ മോളെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം. അതിനാരുടെ സഹായം വേണ്ട. ഞാനിവിടെ കിടന്ന് ചത്താ പോലും നിന്റെ ഒന്നും ഒരു സഹായവും ആവശ്യമില്ല. ഈ കുഞ്ഞിനെയും കൂടെ നീ കൊല്ലില്ലെന്ന് ആര് കണ്ടു? ചങ്കെ കൊള്ളുന്ന വർത്താനം പറയരുത് വല്യേട്ടാ. ഞാനും 3 കുഞ്ഞുങ്ങളെ പറ്റുള്ള. മിണ്ടരുത് നീ. ഞാൻ ചാകണമെന്ന് ആഗ്രഹിച്ചവരല്ലേ നിങ്ങള്. പരമേശ്വരനോ മാധവനോ ആഗ്രഹിച്ചോട്ടെ, നിങ്ങൾ എന്റെ കൂടപ്പിറപ്പുകളല്ലേ. നിങ്ങളത് ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. ഓർമ്മയില്ലേ ഒന്നും? നമ്മുടെ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടപ്പോ നിങ്ങളെയൊക്കെ വളർത്താൻ ഞാൻ പെട്ട പാട്. സ്വത്തുക്കൾ അനാഥാലയത്തിന് പോകുമെന്നറിഞ്ഞപ്പോ മോഹിച്ചത് നേരെ. പക്ഷെ വല്യേട്ടന് ആപത്ത് വരുന്നതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. വിശദീകരണമൊന്നും ആവശ്യമില്ല. നാളെ നേരം വിളിക്കുമ്പോ ആരെയും കണ്ടുപോരും. എവിടെയെങ്കിലും പോ. അച്ഛനും അമ്മയായിപ്പോയില്ലേ, വെറുക്കാൻ കഴിയുന്നില്ല. വല്യമ്മ ഞങ്ങളോട് പൊറുക്കണം. ഞങ്ങളെ ഇറക്കി വിടരുത്. സ്വന്തം മരുമകൻ വന്ന സ്ഥിതിക്ക് നമ്മളെല്ലാം പുറത്താകും. അവനെ കണ്ടപ്പോഴേ എനിക്ക് പേടിയായി തുടങ്ങി. ഇനി നമുക്ക് അവനെ കൂടെ ഓടിക്കാനൊന്ന് കളിച്ചാലോ? മതി കളിച്ചതൊക്കെ, കുറെ കളിച്ചില്ലേ. എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റിനെങ്കിലും ഇവിടെ ഓടിക്കാൻ പറ്റിയോ? ശരിയാ, നമുക്ക് ആ കുഞ്ഞിനെ ഇവിടെ നിന്ന് അടിച്ചു മാറ്റി ആ കുറ്റം അവന്റെ തലയിൽ ചാരിയാലോ? കുട്ടിക്കാലത്ത് എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തൊടുന്നതൊക്കെ പൊന്നാകുമെന്ന്. അതിന്റെ തെളിവല്ലേ ഇതെല്ലാം. അവരുടെ മുന്നിൽ ശോഭയുടെ മരണത്തിന് ഉത്തരവാദി രാധയായി. മാത്രമല്ല, പ്രതീക്ഷിക്കാതെ ഞാൻ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശിയുമായി. അതെങ്ങനെ? എന്റെ മകന്റെ സ്വത്തുക്കളുടെ അവകാശി ഞാനല്ലേ. ഏതായാലും കുട്ടി അവിടെ ഏൽപ്പിച്ചിട്ട് വന്നത് ഒട്ടും ശരിയായില്ല. ഇത്രയും കാലമായിട്ടും നിനക്കൊന്നും മഹാദേവനെ മനസ്സിലായിട്ടില്ല. എടാ രാധയല്ലേ, അവൾ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവളെ പൂർണ്ണമായി അച്യുതൻ നായരിൽ നിന്ന് അകറ്റാൻ ഞാനൊരു കളി കളിച്ചതല്ലേ. ഇന്ന് രാത്രി നമ്മൾ കുഞ്ഞിനെ അവിടുന്ന് കടത്തുന്നു. എന്നിട്ട് ആ കുറ്റം ഞാൻ രാധയുടെ മേൽ അടിച്ചേൽപ്പിക്കും. നമ്മുടെ ഓപ്പറേഷൻ തുടങ്ങാം. താങ്ക് യു. നോ മെൻഷൻ പ്ലീസ്. നമ്മൾ രണ്ടുപേരും കൂടി പോയാൽ ശരിയാവില്ല. മാത്രമല്ല, നിന്റെ ശരീരഘടന വെച്ച് നോക്കിയാൽ ഏത് ചെറിയ ദൂരത്തിൽ കൂടി വേണമെങ്കിലും നിനക്കകത്ത് കയറാം. ഞാൻ മുൻവശത്ത് കാത്തു നിൽക്കും. നീ പോയി കുഞ്ഞിനടിച്ചോണ്ട് വാ. വല്യമ്മാവൻ ഉണർന്നാൽ ഞാൻ ഓടാം. ആ നീ വിളിച്ച് കൂവണ്ട, സിഗ്നൽ ഞാൻ തരും. പോയി അടിച്ചോണ്ട് വാ. വിഷ് യു ആൾ ദി ബെസ്റ്റ്. ശരിയാക്കി തരാം. കരയില്ലേ ചേട്ടായി,
ഒരു കട്ടുടും പോലും അറിഞ്ഞിട്ടില്ല. ആ, പിടി, കൊണ്ടുപോയി കാറിലിരുത്ത്. ഞാൻ ആരോ ചേട്ടായി കൂടെ നിന്നിട്ട് കാല് വാരരുത്. ഞാനാടാ. ആരാടാ കാല് വാരിയത്? കുഞ്ഞിവിടാ. ചേട്ടായി വേറൊരു മോൻ കൂടി. മുഖം മൂടി മാറിപ്പോയതാ. എന്റെ കുഞ്ഞെവിടെ പറയാൻ? സ്നേഹവും കണ്ണീരും കാണിച്ച എന്റെ കുഞ്ഞിനെ നിന്നെ വിശ്വസിച്ച ഞാൻ ഏൽപ്പിച്ചത്. പറയടി, എന്റെ കുഞ്ഞിനെ എന്ത് ചെയ്തു? വല്യേട്ടാ, ഞാൻ മിണ്ടരുത്. ഒരു അച്ഛൻ ഇപ്പൊ വരും. ഞാൻ എന്ത് സമാധാനം പറയും? പറയാൻ. ഇതെല്ലാം എന്റെ മോന് വേണ്ടി ഞാൻ വാങ്ങിയതാ. അവൻ ഇതുവരെ ഒന്നും വാങ്ങിക്കൊടുക്കാൻ ഒരച്ഛൻ എന്ന നിലയിൽ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ കുഞ്ഞവിടെ ഉറങ്ങുമായിരിക്കും അല്ലേ? മഹാദേവ, കുഞ്ഞ് കുഞ്ഞ് ഇന്നലെ മുതൽ അവനെ കാണാനില്ല. നോ, ഞാൻ വിശ്വസിക്കില്ല. എന്റെ കുഞ്ഞിനെ ഞാനിവിടെ ഏൽപ്പിച്ചിട്ട് പോയത് ഒരച്ഛനോടുള്ള സഹതാപവും സ്നേഹവും എനിക്ക് നിങ്ങളോട് തോന്നിയത് കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരച്ഛന്റെ വേദനയും സ്നേഹവും. കാരണം നിങ്ങൾ മക്കളെ വളർത്തിയിട്ടില്ല. ദുരഭിമാനം ഓർത്ത് 20 വർഷം സ്വന്തം മകള് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിക്കാത്ത ദുഷ്ടനാണ് നിങ്ങൾ. ദുഷ്ടൻ. എന്റെ കുഞ്ഞ് എവിടെ ഉണ്ടാവും എനിക്കറിയാം. അവളായിരിക്കും കൊണ്ടുപോയിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഞാനിപ്പോ പോകുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോ എന്റെ കുഞ്ഞിവിടെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അകത്തേക്കിരിക്കാം. പ്രഭാര, ഞാൻ തോറ്റിരിക്കുന്നു നിന്റെ മുന്നേ. നീ എന്നെ വെല്ലുവിളിച്ചിട്ട് പോയത് ഇതിനാണെന്ന് ഞാൻ കരുതിയില്ല. എന്റെ കുഞ്ഞിന് വേണ്ടി ആരുടെ കാല് വേണമെങ്കിലും ഞാൻ പിടിക്കാം. എന്റെ കുഞ്ഞിനെത്താ. കുഞ്ഞോ? അറിയില്ലേ നിനക്ക്? എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് വന്നിട്ട് വേണോ എന്നോട് പ്രതികാരം തീർക്കാൻ? അച്ചുവേട്ടൻ എന്തായി പറയുന്നേ? കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോന്നതാ? അയ്യോ, എന്റെ മോൻ എന്ത് പറ്റി? അങ്കിൾ, എന്റെ കുഞ്ഞെവിടെ? നിനക്കും അറിയില്ലല്ലേ? എല്ലാവരോടും കൂടി ഞാൻ അപേക്ഷിക്കാണ്. എന്റെ കുഞ്ഞിനെ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് അവന്റെ അച്ഛനെ ഏൽപ്പിക്കേണ്ടതാ. ഞങ്ങളെ സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവൻ വന്ന് പറഞ്ഞ് ഇല്ലാ കഥകൾ കേട്ട് വിശ്വസിക്കരുത്. കുഞ്ഞ് മഹാദേവന്റെ അടുത്തുണ്ടാവും. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കുട്ടിയെ കാണാതായെന്ന് പറഞ്ഞപ്പോ അവന്റെ വേദന ഞാൻ കണ്ടതാ. അളിയാ, എന്നോട് പൊറുക്കൾ, എനിക്ക് തെറ്റുപറ്റി. കുഞ്ഞ് മഹാദേവന്റെ അടുത്തുണ്ട്. സരസനെയും വിക്രമനെയും അവന്റെ ആളുകൾ പിടിച്ചു വെച്ചിരിക്കുക. മോൻ സമാധാനപ്പെടാൻ. ആരാ? ബാലു, ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. ആ കുഞ്ഞിനെ